ഹലോ. അങ്ങനെ നമ്മൾ 4th സ്റ്റാൻഡേർഡിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുകയാണ് ഇവിടെ മുതൽ. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ചിടിയാക്ക ഗീത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പ്രെയർ സോങ് കൊടുത്തിട്ടുണ്ട്. ഏസാ വർദോ, ഇതൊരു പ്രെയർ സോങ് ആണ്. അതെല്ലാവരും വായിച്ചു നോക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. भगवान हमको ऐसा वर दो, जग के सारे सद्गुण भर दो. हम फूलों जैसे मुस्काए, सब पर प्रेम सुगंध लुटाए. हम परहित कर खुशी मनाए, ऐसे भाव हृदय में भर दो. भगवान हमको ऐसा वर दो. दीपक बने लड़े हम तम से, ज्योतिर्मय हो यह जग हमसे. कभी न हम घबराए गम से, तन मन सबल हमारे कर दो. भगवान हमको ऐसा वर दो. सत्य मार्ग पर बढ़ते जाए, सबको ही सन्मार्ग दिखाए. सब मिलकर जीवन फल पाए, ऐसा ज्ञान बुद्धि से भर दो. भगवान हमको ऐसा वर दो. അപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് നോക്കാം. കുട്ടികള് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഏത് ദൈവം എന്നൊന്നും ഇല്ല കേട്ടോ. ഓരോരുത്തരും അവരവരാരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ ഹംകോ ഏസാ വർദോ, ജഗ് കെ സാരെ സദ്ഗുൺ ഭർദോ. ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബ്ലെസ്സിങ്സ് തരണേ. പ്ലീസ് ഫിൽ us വിത്ത് ഓൾ ഗുഡ്നെസ് ഓഫ് ദ വേൾഡ്. ഞങ്ങളിൽ എല്ലാ നല്ല ഗുണങ്ങളും നിറയ്ക്കണേ. ഹം ഫൂലോൻ ജേസെ മുസ്കായേ. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്, മുസ്കായേ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. സബ് പർ പ്രേം സുഗന്ധ ലൂട്ടായേ. പ്രേം സുഗന്ധ് എന്ന് പറഞ്ഞാൽ ദ ഫ്രേഗ്രൻസ് ഓഫ് ലവ്. അപ്പോൾ പൂക്കളെ പോലെ പുഞ്ചിരിക്കാനും എല്ലാവരിലും നല്ല സ്നേഹത്തിന്റെ സുഗന്ധം നിറയ്ക്കാനും ഞങ്ങൾക്ക് പറ്റണേ. ഹം പരഹിത് കർ ഖുഷി മനായേ, ഏസേ ഭാവ് ഹൃദയമേ ഭർദോ. പരഹിത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക. എനിക്ക് മറ്റുള്ളവരെ സഹായിച്ചിട്ട് ഖുഷി മനായേ, ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റണം. ഏസേ ഭാവ്, ഇതുപോലെയുള്ള ഫീലിങ്സ് ഹൃദയമേ ഭർദേ, എല്ലാവരെയും സഹായിക്കാനും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനുമുള്ള ഒരു ഫീലിങ്സ് ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണേ. ഭഗവാൻ ഹംകോ ഏസാ വർദോ, ഇതുപോലെയുള്ള ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് തരണേ. दीपक बने लड़ हम तमसे, ज्योतिर्मय हो यह जग हमसे. തം എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് ഡാർക്ക്, ഇരുട്ട് എന്നാണെങ്കിലും ഇവിടെ എല്ലാ മോശം കാര്യങ്ങളും എല്ലാ ചീത്ത കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ ഡാർക്ക്നെസ്സിനെ പറയുന്നത്. അപ്പോൾ ദീപക് ബനെ, ഞങ്ങള് ദീപക് എന്ന് പറഞ്ഞാൽ വെളിച്ചം, പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ്. എല്ലാ ഇരുട്ടിലും എല്ലാ ചീത്ത പ്രവൃത്തികളിലും നല്ല കാര്യങ്ങളാവാനുള്ള നല്ല വെളിച്ചമാവി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണേ. ജ്യോതിർമയ് ഹോ യ ജഗ് ഹംസേ. ജഗ് എന്ന് പറഞ്ഞാൽ വേൾഡ്. സോ ലെറ്റ് ദിസ് വേൾഡ് ബി ഫുൾ ഓഫ് ലൈറ്റ് ബിക്കോസ് ഓഫ് അസ്. കബീ ന ഹം ഘബ്രായേ ഗം സേ, തൻ മൻ സബൽ ഹമാരെ കർ ദോ. ഞങ്ങൾക്കൊരിക്കലും ദുഃഖമൊന്നും വരുത്തിത്തരരുതേ. തൻ മൻ, ഞങ്ങളുടെ ബോഡിയും മനസ്സും സബൽ, സ്ട്രോങ് ആക്കി തരണേ. ഭഗവാൻ ഹംകോ ഏസാ വർദോ. സത്യമാർഗ് പർ ബഡ്തേ ജായേ. സത്യമാർഗ്, ദ പാത്ത് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ പാതയിൽ മാത്രം സഞ്ചരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. സബ്കോ ഹി സന്മാർഗ് ദിഖായേ ആൻഡ് ഷോ ദ പാത്ത് ഓഫ് ട്രൂത്ത് ടു എവ്രിവൺ. സബ്കോ, എല്ലാവർക്കും. सब मिलकर जीवन फल पाए, ऐसे ज्ञान बुद्धि से भर दो. May we all together find meaning in life. Bless us with such knowledge and wisdom. ബുദ്ധി, നോളജും വിസ്ഡവും ഒക്കെ ഞങ്ങളിൽ നിറച്ചിട്ട് ഞങ്ങളെല്ലാരെയും നേർവഴിക്ക് നയിക്കണേ. ഭഗവാൻ ഹംകോ ഏസാ വർദോ. നിങ്ങളൊക്കെ ദിവസവും ഇങ്ങനെയാണോ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറ്? അപ്പൊ ഇതിലെ ഓരോ വേർഡ്സും അതിന്റെ മീനിങ്ങും നമുക്ക് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. വർ, ബ്ലെസ്സിങ് അല്ലെങ്കിൽ ബൂൺ, ഭഗവാൻ, ഗോഡ്. സദ്ഗുൺ, ഗുഡ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ വിർച്യൂസ്. മുസ്കായേ, സ്മൈൽ. പ്രേം സുഗന്ധ്, ഫ്രേഗ്രൻസ് ഓഫ് ലവ്.
Parahit, welfare of others or helping others. Khushi, happiness. Hriday, heart. Deepak, lamp അല്ലെങ്കിൽ light. Tam, darkness. Jyotirmay, full of light. Gum, sorrow or sadness. Tan means body, man means mind. Sabal, strong. Satya, truth. Marg, path. Sadmarg, right path or good path. Jeevan, life. Gyan, knowledge. Buddhi, wisdom. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിടിയാക്ക ഗീത്. ചിടിയ എല്ലാവർക്കും അറിയാം അല്ലെ, ലിറ്റിൽ ബേർഡ്, അതാണ് ചിടിയ. നമുക്ക് ആദ്യം ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. सबसे पहले मेरे घर का अंडे जैसा था आगार, तब मैं यही समझती थी बस इतना सा ही है संसार. फिर मेरा घर बना घोंसला सूखे तिनकों से तैयार, तब मैं यही समझती थी बस इतना सा ही है संसार. फिर मैं निगल गई शाखों पर हरी भरी थी जो सुकुमार, तब से यही समझती थी बस इतना सा ही है संसार. आखिर जब मैं आसमान में उड़ी दूर तक पंख पसार, तभी समझ में मेरी आया बहुत बड़ा है यह संसार. ഇനി നമുക്ക് മീനിങ് നോക്കാം. ഈ കവിതയില് ഒരു കുഞ്ഞ് ബേർഡ് അത് വളർന്നു വരുന്നതിനനുസരിച്ച് അത് അതിൻ്റെ ചുറ്റുപാടിനെയും ലോകത്തിനെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അതിന് മനസ്സിലാകുന്നത്, ആ ഒരു കാര്യമാണ് ഈ കവിതയിൽ പറയുന്നത്. सबसे पहले मेरे घर का अंडे जैसा था आकार. At first, ഏറ്റവും ആദ്യം എൻ്റെ വീട്, ഞാൻ താമസിച്ചിരുന്നത് ഒരു കുഞ്ഞു അണ്ടേന്ന് പറഞ്ഞാൽ മുട്ടയുടെ പോലെയുള്ള സ്ഥലത്തായിരുന്നു. തബ് മേ യഹി സംജ്തി ഥി, അപ്പൊ ഞാൻ കരുതിയത് എന്താണ്, ബസ് ഇത്നാ സാ ഹി ഹേ സൻസാർ, ഇങ്ങനെയാണ് ഹോൾ വേൾഡ് എന്നായിരുന്നു ഞാൻ ബിലീവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നത്. I believed that this world was so small like an egg. അല്ലേ? കാരണം കുഞ്ഞു കിളി എവിടുന്നാ വരുന്നത്? മുട്ട പൊട്ടി അതിനുള്ളിൽ നിന്നാണ് അല്ലേ? അപ്പൊ മുട്ട പൊട്ടി വരുന്ന ആ സമയത്ത് ആ മുട്ടയ്ക്കുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ കിളിക്ക് അറിയുള്ളൂ. അപ്പൊ കിളി വിചാരിച്ചു ഇതാണ് എൻറ്റയർ വേൾഡ്, ഇതിന് പുറത്തേക്ക് ഒന്നുമില്ല, ഇതാണ് എൻറ്റയർ വേൾഡ് എന്നാണ് കിളി കരുതിയത്. എന്നാൽ മുട്ടയൊക്കെ പൊട്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കൂട് കണ്ടില്ലേ, ഇതിനുള്ളിലാണ് കിളി ജീവിക്കുന്നത്. ഫിർ മേരാ ഘർ ബനാ ഘോസ്ല സൂഖേ തിൻകോ സേ തയ്യാർ, പിന്നെ എൻ്റെ വീട് നല്ല ഉണങ്ങിയ സ്ട്രോങ് ആയിട്ടുള്ള ട്വിങ്സ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന വീടായി മാറി. അപ്പോഴും കിളി ആ വീടിന് പുറത്തേക്ക് ഒന്നും കാണുന്നില്ല, കിളിയുടെ ലോകം ആ കൂടിനുള്ളിലാണ്. തബ് മേ യഹി സംജ്തി ഥി, അപ്പൊ ഞാൻ കരുതിയിരുന്നത് ബസ് ഇത്നാ സാ ഹി ഹേ സൻസാർ, അപ്പൊ ഇതാണ് എൻറ്റയർ വേൾഡ് എന്നായിരുന്നു കരുതിയത്. പതുക്കെ പതുക്കെ കിളി വലുതായിട്ട് ഫിർ മേ നിഗൽ ഗയി ശാഖോം പർ, കൂട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ശാഖോം പർ, മരത്തിന്റെ കൊമ്പിലേക്ക് വന്നു. ഹരി ഭരി ദി ജോ സുകുമാർ, ഹരി ഭരി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫീൽഡ് ആയിട്ടുള്ള ചുറ്റുപാടുമുള്ള ഇലയും മരത്തിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ നല്ല പച്ചപ്പായൊക്കെ കണ്ടിരുന്ന സമയത്ത് തബ് മേ യഹി സംജ്തി ഥി, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ബസ് ഇത്നാ സാ ഹി ഹേ സൻസാർ, ഇത്രേ ഈ വേൾഡ് ഉള്ളൂ, ഇതിനേക്കാൾ അപ്പുറം ഇനി ഒന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആങ്കിർ ജബ് മേ ആസ്മാൻ മേ, ഫൈനലി പറക്കാൻ പഠിച്ചിട്ട് ആകാശത്തേക്ക്, ഉടി ദൂർ തക്, മുകളിലേക്ക് പറക്കുക, ദൂരത്തേക്ക്, പങ്ക് പസാർ, ചിറകൊക്കെ വിരിച്ച്, തബി സമജ് മേ മേരി ആയാ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സമജ് മേ മേരി ആയ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, ബഹുത് ബഡാ ഹേ യഹ് സൻസാർ, ചെറുതൊന്നുമല്ല വളരെ വലുതാണ് ഈ ലോകം എന്ന് കിളി മനസ്സിലാക്കിയത് ആകാശത്തേക്ക് പറന്നുയർന്നപ്പോഴാണ്.
അപ്പോൾ ആ ഒരു കിളി ചെറിയ കാലത്ത് വിചാരിച്ചതും വലുതായി വലുതായി പുതിയ പുതിയ ലോകം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കവിതയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ കാര്യത്തിലും ഒക്കെ ശരിയാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരും ജനിച്ച് നമ്മളെ ചുറ്റും കാണുന്നത് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ലോകം എന്ന് വിചാരിക്കും. പക്ഷെ വലുതായി വലുതായി വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എക്സ്പോഷർ വരും, നിങ്ങൾ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങും. അപ്പോൾ ഈ ലോകം എത്ര വലുതാണെന്നും ഈ വേൾഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. നല്ലൊരു കവിതയാണല്ലേ. ഈ ചാപ്റ്ററിലുള്ള കുറച്ച് വേർഡ്സിന്റെ ഒക്കെ മീനിങ് നമുക്കൊന്ന് നോക്കാം. ചിടിയ, ലിറ്റിൽ ബേർഡ്. ഗീത്, സോങ്. ഘർ, ഹോം. ആകാർ, ഷേപ്പ്. സമജ്തി थी, I used to think. സംസാർ, world. घोंसला, nest. तिनके, twins. शाखाएं, branches. हरी भरी, green and full of leaves. पंख, wings. पसार, spread. समझ में आया, understood. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇതിന്റെ എക്സസൈസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒക്കെ ചെയ്തു തരുന്നതാണ്. ചാപ്റ്ററിന്റെ മീനിങ് മാത്രമാണ് നമ്മൾ 4th സ്റ്റാൻഡേർഡിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.